Hi friends, welcome to Commerce Bytes. I hope you people are all doing well. So, നമ്മളുടെ Commerce Bytes എന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് കുറേയധികം പ്ലേലിസ്റ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അത് അറിയണ്ടാവും. ഈവൻ ദോ പുതിയ സ്റ്റുഡൻസ് ആയിട്ട് ജോയിൻ ചെയ്തവർക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ. ഓക്കെ, സോ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ പ്ലേലിസ്റ്റ് എന്നൊരു ഹെഡ് ഉണ്ടാവും. ആ പ്ലേലിസ്റ്റിൽ നമ്മൾ എല്ലാ വീഡിയോസും അക്കോർഡിംഗ്ലി തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ ഉള്ളത് അങ്ങനെ അല്ല, കൊമേഴ്സിൻ്റെ ആണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. And today we are starting with the yet another series for commerce, and which I was promised to you, to my dear commerce students. Okay, സോ ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, January 9th 2022 ആണ് നിങ്ങളുടെ എക്സാം. സോ അതുപോലെ ട്രിഗർ ചെയ്ത് വേണം നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു എക്സാമിന് ക്രാക്ക് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആസ് എ സപ്പോർട്ടിംഗ് ഫാക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് കൂടെ നിൽക്കുന്നത്. ഓക്കെ, with providing with so many study materials. Okay, so ഇന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സീരീസ് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ടോപ്പ് ഹോട്ട്സ്പോട്ട് സീരീസ് എന്ന് പറഞ്ഞാണ് ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 2-3 ടോപ്പിക്സ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടു മൈ നോളജ് ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടിൽ ഐ ക്യാൻ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ആസ് എ ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത്, എൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ലെക്ചർ നോട്ട് നിങ്ങൾ എടുക്കും അല്ലേ? സോ അതുപോലെ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ലെക്ചർ നോട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അത് ഇന്ന് തന്നെ പഠിക്കുക. പ്രൊക്കാസ്റ്റിനേഷൻ പാടില്ല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മേ ബി ഒരു ഡേ ഞാൻ ചിലപ്പോൾ ഒരു 2 or 3 അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 4 to 5 വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്തെന്ന് വരാം. സോ അന്നത്തെ പോർഷൻസ് അന്ന് തന്നെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പ്രൊക്കാസ്റ്റിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം മടിയൻ മല ചുമക്കുന്ന ഒരു സിറ്റുവേഷൻ ആകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഡെയിലി പോർഷൻസ് ഡെയിലി തന്നെ കവർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഹാവ് യുവർ പെൻ ആൻഡ് ബുക്ക് വിത്ത് യു ആൻഡ് നോട്ട് ഡൗൺ ഓൾ ദ പോയിൻറ്റ്സ് വിച്ച് ഐ ആം മെൻഷനിങ്. എനിക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ ആ ടോപ്പിക്കിൻ്റെ നെയിം മാത്രമാണ് മെൻഷൻ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി നിങ്ങളുടെ മുന്നിലാകെ 15 days ഉള്ളൂ. സോ എത്രത്തോളം എനിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എങ്ങാനും ടൈം കിട്ടിയില്ല എങ്കിൽ എനിക്ക് ആ സ്ക്രീനിൽ എഴുതാനുള്ള ആ ഒരു സബ്ജക്റ്റ് എനിക്ക് എഴുതാനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ പോയിൻറ്റും ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഇമ്പോർട്ടൻസിൽ വേണം നിങ്ങൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ അത്രയും ഫിൽട്ടർ ചെയ്താണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലെ മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു മെയിൻ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതാണ് എൻ്റെ ഫോക്കസ്. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടോപ്പിക്സ് വെച്ച് കമ്പയർ ചെയ്ത് തന്നെയാണ്, ക്ലാസിക്കലും ബിഹേവിയറലും. ക്ലാസിക്കലും ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ ഈ 2 ടോപ്പിക്ക് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ 2 ടോപ്പിക്ക് ബേസ് ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ സെക്ഷനിൽ നിന്നാണ്. സോ നമുക്കൊന്ന് നോക്കാം. ടൈലർ, ഫയോൾ, വെബർ എന്ന് പറയുന്നത് മാക്സ് വെബർ ആട്ടോ. സോ ടൈലറിനെ എല്ലാവർക്കും അറിയുണ്ടാവും, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. ഫയോള് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫാദറാണ്. ആൻഡ് മാക്സ് വെബർ എന്ന് പറയുമ്പോൾ തന്നെ ബ്യൂറോക്രസി, അതാണ് നിങ്ങൾ ബ്യൂറോക്രാറ്റിക് എന്നും നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ഈ 3 പേരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. സോ ആരെല്ലാം ഏത് തിയറീസാണ് അദ്ദേഹത്തിൻ്റെ തിയറീസ്, ഇത്ര ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ തിയറീസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ,
സോ ഇത് ഓർക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഹിൻഡ് പറഞ്ഞു തരാം. ക്ലാസിക്കൽ എപ്പോഴും സാബായിരിക്കും. സാബ് എന്ന് പറയുന്നത് SAB, സാബ്. എസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക് ആണ്. ഞാൻ പറഞ്ഞില്ലേ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇനി A എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആരുടെയാ? ഫയോളിൻ്റെ. ഇനി B ഫോർ ബ്യൂറോക്രസി ആരുടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? മാക്സ് വെബർ. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതാണ് നമ്മളുടെ ക്ലാസിക്കൽ. ഇനി ബിഹേവിയറിലേക്ക് വരാം. ബിഹേവിയറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൽത്തൻ മായോ, ദെൻ അബ്രഹാം മാസ്ലോ ആൻഡ് ഡഗ്ലസ്. ഇവർ കൂടുതലും എന്താണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ നല്ല ടിപ്പിക്കൽ എങ്ങനെയാണ് ഒരു വർക്ക് എൻവയോൺമെൻറ്റ് വേണ്ടത്, അവിടെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, റൂൾസ്, റെഗുലേഷൻസ്. ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ കുറേ റൂൾസും റെഗുലേഷൻസും സ്ട്രിക്ട്നെസ്സും എല്ലാം ഉണ്ടാവും. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ. ആൻഡ് പണ്ടത്തെ രീതിയാണ് ഈ ഒരു ക്ലാസിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ടെയ്ലർ, ഫയോൾ ആൻഡ് മാക്സ് വെബറിനെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ക്ലാസിക്കലും ബിഹേവിയറലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത്. ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ അതോറിറ്റേറ്റീവ് ആയിരിക്കും, ബ്യൂറോക്രാറ്റിക് ആയിരിക്കും. നീ ഇങ്ങനെ ചെയ്യ്, നീ അങ്ങനെ ചെയ്യ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. പക്ഷേ ബിഹേവിയറൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഇല്ലേ, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ എങ്ങനെ പൊക്കിക്കൊണ്ട് വരാം എന്നുള്ള ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും ഈ ഒരു ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഇപ്പോൾ എൽത്തൻ മായോ, അബ്രഹാം മാസ്ലോ, ഡഗ്ലസ് ഇവരുടെയൊക്കെ തിയറീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും ഹ്യൂമൻ റിസോഴ്സസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള തിയറീസാണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ വീണ്ടും പറയുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. ഓക്കെ, ചിലപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ക്ലാസിക്കൽ തിയറിസ്റ്റ് എന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ടെയ്ലർ തന്നിട്ടുണ്ട്, ഫയോൾ തന്നിട്ടുണ്ട്, വെബർ തന്നിട്ടുണ്ട്, എൽത്തൻ മായോ തന്നിട്ടുണ്ട്. സോ എൽത്തൻ മായോ വിൽ ബി ദ കറക്റ്റ് ആൻസർ. കാരണം ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ടെയ്ലറും ഫയോളും പിന്നെ വെബർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന്. ഇനി തേർഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞു ക്ലാസിക്കലാണെങ്കിൽ അവിടെ അതോറിറ്റേറ്റീവും ആൻഡ് ബ്യൂറോക്രാറ്റിക് ആണെന്ന്. അപ്പോൾ ബിഹേവിയറിസ്റ്റിൽ നമ്മൾ പറഞ്ഞു അവിടെ ഡെമോക്രാറ്റിക്കും പാർട്ടിസിപ്പേറ്റീവാണ്. എംപ്ലോയീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എംപ്ലോയീസിനെ കൂടുതൽ പൊക്കിക്കൊണ്ടുവന്ന് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഓർഗനൈസേഷൻ ഡിസിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് ബിഹേവിയറിസ്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ക്ലാസിക്കലിലെ തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ഏലിയനേഷൻ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷനാണ് കാണുന്നത്. പക്ഷേ ബിഹേവിയറിലാണെങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. കാരണം എംപ്ലോയീസ് എൻജോയ് ചെയ്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. അണ്ടർസ്റ്റുഡ്? ഇത്ര പോയിൻറ്റ്സ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ക്ലാസിക്കൽ, എന്താണ് ബിഹേവിയറൽ, അത് തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ക്ലാസിക്കലിൽ നമ്മൾ പറഞ്ഞു എംപിരിക്കലി ഡിറൈവ്ഡ് പ്രിൻസിപ്പിൾ. എംപിരിക്കലി ഇൻ ദ സെൻസ് എക്സ്പീരിയൻസ്ഡ്, ഡിറൈവ്ഡ് പ്രിൻസിപ്പിൾസ് ആണ് അവിടെ കൂടുതൽ ഉള്ളത്. പക്ഷേ ബിഹേവിയറലാണെങ്കിൽ അവിടെ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനാണ് കൂടുതൽ. ഇനി ക്ലാസിക്കലിൽ വരുമ്പോൾ അത് മെക്കാനിക്കലാവും ആൻഡ് ഇംപേഴ്സണൽ ആയിരിക്കും. ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, ഒരു മെക്കാനിക്കലായിട്ട് എങ്ങനെയോ നീങ്ങുന്നു, ഒരു മെക്കാനിസമായിട്ട് ഒരു മെക്കാനിക്കലായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ബിഹേവിയറലാണെങ്കിൽ അവിടെ സോഷ്യൽ സിസ്റ്റമാണ്. ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം. എല്ലാവരും അവിടെ ഒരുപോലെ, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ക്ലാസിക്കലിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഫോക്കസ് ഓൺ വർക്ക് ആൻഡ് ദ എക്കണോമിക് നീഡ്സ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ബിഹേവിയറിലാണെങ്കിൽ അവിടെ ഗ്രൂപ്പും അതുപോലെ തന്നെ ഹ്യൂമൻ്റെ ബിഹേവിയറിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ ക്ലാസിക്കലും അതുപോലെ തന്നെ ബിഹേവിയറലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ കോട്ട് ചെയ്തിരുന്നു ടെയ്ലറിൻ്റെ സയൻറ്റിഫിക്കും ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവും മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസി. അതൊന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ എൽത്തൻ മായോൻ്റെ തിയറി ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അബ്രഹാം മാസ്ലോൻ്റെ തിയറി ഓഫ് മോട്ടിവേഷനാണ്. അതുപോലെ തന്നെ ഡഗ്ലസിൻ്റെ തിയറി കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക.
Before concluding, let me include these two important points. ഈ എൽത്തൻ മായോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനി ഷിക്കാഗോയിലാണ്. USA. അതിൻ്റെ ഇയർ വന്നിട്ട് 1924-32. ഓക്കെ, സോ ഇതൊരു നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്നതാണ് ഈ ഒരു എൽത്തൻ മായോൻ്റെ തിയറി, ദാറ്റ് ഈസ് ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഐ റിപ്പീറ്റ്, ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ഹൗത്രോൺ എക്സ്പെരിമെൻറ്റിൽ എൽത്തൻ മായോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പീപ്പിളിനാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഫോർ പീപ്പിൾ ഫോർ പ്രൊഡക്ടിവിറ്റി. ഒരു പ്രൊഡക്ടിവിറ്റി ചെയ്യാനായിട്ട് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പീപ്പിളിനാണ്. ഓക്കെ, ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ വർക്കേഴ്സിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഹൗത്രോൺ എക്സ്പെരിമെൻറ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൽത്തൻ മായോ. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി, ഷിക്കാഗോ, USA. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് തന്നെ ഞാൻ ഒരു 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, സോ വെയിറ്റ് ഫോർ ഇറ്റ്. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. That's it for now. Thank you.